നമസ്കാരം. താരസംഘടനയായ അമ്മയിലെ തർക്കങ്ങളും വിഴുപ്പലക്കലുകളും തുടരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജിവെക്കില്ലെന്ന നിലപാട് സ്വീകരിച്ച ശ്വേത അംഗങ്ങൾക്ക് നന്ദി പറഞ്ഞ് ഇന്ന് രംഗത്ത് വന്നു. മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെ പിന്തുണ തനിക്കുണ്ടെന്ന് അവകാശപ്പെട്ടാണ് ശ്വേത രംഗത്ത് വന്നത്. മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിക്കും മോഹൻലാലിനും നന്ദി പറഞ്ഞാണ് ശ്വേത ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കരുതെന്നും നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നും അവർ തന്നോട് പറഞ്ഞതായി ശ്വേത അവകാശപ്പെട്ടു. ഓടിളക്കി വന്ന 10-15 പേരല്ല അമ്മ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കേണ്ടതെന്നും ഭൂരിപക്ഷം അംഗങ്ങളാണെന്നും അവർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സത്യമേവ ജയതേ എന്ന തലവാചകത്തോടെയാണ് പ്രസ്താവന. അമ്മയിലെ ചില തർക്കങ്ങൾ മുതലെടുത്ത് സംഘടനയെ ഹൈജാക്ക് ചെയ്യാനുള്ള ചിലരുടെ ശ്രമം കോടതി ഇടപെട്ട് തടഞ്ഞിരിക്കുകയാണ്. രാജിവെക്കരുതെന്നും എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നും പോരാടണമെന്നും എന്നോട് പറഞ്ഞ മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഈ പോരാട്ടത്തിൽ എനിക്കൊപ്പം ഉറച്ചുനിന്ന എല്ലാ അമ്മ മെമ്പർമാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി, ശ്വേത പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. ഓടിളക്കി വന്ന 10-15 പേരല്ല അമ്മ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. അമ്മയുടെ ഭൂരിപക്ഷം അംഗങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത്. ശരിക്കും അമ്മയുടെ കമ്മിറ്റിയിൽ വരാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളെപ്പോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് വരേണ്ടത്, അല്ലാതെ പിൻവാതിലൂടെയോ ഓടിളക്കിയോ അല്ല, അവർ കൂട്ടിച്ചേർത്തു. ശ്വേത മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെച്ചതിനെ തുടർന്ന് സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ചുമതല ഏറ്റെടുത്ത അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം തുടരുന്നതിൽ കോടതി താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ശ്വേതയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനം തുടരാനും എറണാകുളം മുൻസിഫ് കോടതി ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് രമേശ് പിഷാരടി രാജിവെച്ചു. അഡ്ഹോക് കമ്മിറ്റി നിയമസാധുതയില്ലാത്തതാണെന്ന് ചൂണ്ടിക്കാണിച്ച് ശ്വേത മേനോൻ നൽകിയ ഹർജിയാണ് പരിഗണിച്ചത്. മുൻപ് മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി രാജിവെച്ചപ്പോൾ ഭരണസമിതി തുടരുകയായിരുന്നു. പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ തൊട്ടു മുൻപുള്ള കമ്മിറ്റിക്കാണ് ബൈലോ പ്രകാരം ചുമതല നിർവഹിക്കാൻ അധികാരമുള്ളതെന്നും ഹർജിയിൽ പറയുന്നു. അതിനിടെ ഇന്ന് കൊച്ചിയിൽ വാർത്താസമ്മേളനം നടത്തിയ നടിമാർ ശ്വേതയ്ക്കെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. നടിമാരായ ഉഷാ ഹസീന, അൻസിബ, മാലാ പാർവതി, മായ വിശ്വനാഥ് എന്നിവരാണ് സംയുക്ത വാർത്താസമ്മേളനം നടത്തിയത്. സ്ത്രീകൾ നേതൃനിരയിൽ വരാൻ പോരാടിയവരാണ് തങ്ങളെന്ന് ഉഷാ ഹസീന പറഞ്ഞു. തങ്ങൾ 4 പേരും വ്യക്തിഹത്യയ്ക്ക് വിധേയരായി. നേതൃത്വത്തിൽ കുറുക്കുവഴിയിലൂടെ എത്തിയ ആളാണ് ശ്വേത മേനോൻ. അവരെ പക്ഷേ എല്ലാവരും അംഗീകരിച്ചു. നേതൃനിരയിൽ അധികാരമോഹവും ഈഗോ ക്ലാഷുമുണ്ടെന്ന് ഉഷാ ഹസീന പറഞ്ഞു. അൻസിബയെ തുടക്കം മുതൽ ഒറ്റപ്പെടുത്തിയെന്നും ഉഷാ ഹസീന പറഞ്ഞു. അങ്ങനെയൊക്കെ അപമാനിക്കാമെന്ന് ആലോചന നടത്തി പ്രവർത്തിച്ചു. അനൂപ് ചന്ദ്രൻ അൻസിബയെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോ തയ്യാറാക്കി. ഇതേപ്പറ്റി ശ്വേതയോട് പറഞ്ഞപ്പോൾ നന്നായി പോയി എന്നാണ് പറഞ്ഞതെന്നും ഉഷാ ഹസീന പറഞ്ഞു. രമേശ് പിഷാരടിയും ശ്വേതയും തമ്മിലുള്ള സംഭാഷണം പുറത്തുവിട്ടതിലും ഉഷ പ്രതികരിച്ചു. സ്വകാര്യ സംഭാഷണം പുറത്തുവിട്ടത് ക്രൈമാണ്. ശ്വേത പറയുന്ന പല ഭാഗങ്ങളും മ്യൂട്ട് ചെയ്താണ് പുറത്തുവിട്ടതെന്നും ഉഷ പറഞ്ഞു.